കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഇതാ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ക്ഷേത്രോത്സവം വരവായി. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഉത്സവം കൊടിയേറ്റം കുംഭമാസത്തിൽ പൂയം നക്ഷത്രം രാത്രി വരുന്ന സമയത്താണ് ഉത്സവം കൊടിയേറ്റം. ഉത്സവം 10 ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത്. കൊടിയേറ്റത്തിൻ്റെ 8 ദിവസം മുമ്പേ അതിഗംഭീരമായ സഹസ്രകലശ ചടങ്ങുകൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ സഹസ്രകലശ ചടങ്ങുകളെ പറ്റിയിട്ട് പറയാം. ഉത്സവം 1-ാം ദിവസം കൊടിയേറ്റം ഫെബ്രുവരി മാസം 28-ാം തീയതിയാണ്. കലശം അതിൻ്റെ 8 ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് ഫെബ്രുവരി 20-ാം തീയതി മുതൽ ക്ഷേത്രത്തിൽ സഹസ്രകലശ ചടങ്ങുകൾ നടക്കുന്നു. അതിബൃഹത്തായ ചടങ്ങുകളാണ് നടക്കുന്നത്. അപ്പോൾ 20-ാം തീയതി രാത്രി ദീപാരാധനയ്ക്ക് ശേഷം സഹസ്രകലശ ചടങ്ങുകൾ 1-ാം ദിവസം ആചാര്യവരണം ആണ് നടക്കുന്നത്. ക്ഷേത്ര മൂരാളൻ ക്ഷേത്ര തന്ത്രിയെ ആചാര്യനായി നിശ്ചയിച്ച് കൂറയും പവിത്രവും കൊടുക്കുന്ന ഒരു ചടങ്ങാണ് നടക്കുന്നത്. ഈ കൊല്ലത്തെ ഉത്സവ കലശ ചടങ്ങുകളെല്ലാം വളരെ ഭംഗിയാക്കി നടത്തി തരണം എന്ന് ക്ഷേത്ര മൂരാളനും ദേവസ്വം ബോർഡ് കമ്മിറ്റി അംഗങ്ങളും പരിചാരകന്മാരും എല്ലാവരും കൂടി പറഞ്ഞ് തന്ത്രി നമ്പൂതിരിപ്പാടിന് കൂറയും പവിത്രം കൊടുക്കുന്നു. കൂറയും പവിത്രം തന്ത്രി നമ്പൂതിരിപ്പാട് വാങ്ങിയതിന് ശേഷം അവരെ എല്ലാവരും അനുഗ്രഹിച്ച് ഭഗവാന്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നു, ഈ ആചാര്യനായി എന്നെ നിശ്ചയിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഈ കലശ ചടങ്ങുകളെല്ലാം വളരെ ഭംഗിയായിട്ട് നടത്തി തരുവാൻ ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മുളയിടൽ ചടങ്ങാണ് നടക്കുന്നത്. മണിക്കിണറിനടുത്ത് ഒരു മുളയറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ മുളയിടൽ ചടങ്ങുകൾ നടക്കുന്നു. 16 വെള്ളിപ്പാലികകൾ നവധാന്യങ്ങൾ വിതച്ച് പൂജ നടത്തുന്നു. വരുണനെയും സോമനെയുമാണ് പൂജിക്കുന്നത്. ഈ നവധാന്യങ്ങൾ വിതച്ച് 8 ദിവസം കൊണ്ട് അത് മുളച്ച് പന്തലിച്ച് നിൽക്കും. അതിനാണ് ചടങ്ങുകളെല്ലാം നടത്തുന്നത്. അത് ആ മുളകളാണ് സഹസ്രകലശ ചടങ്ങിൻ്റെ അവസാനത്തെ ബ്രഹ്മകലശത്തിന് ചുറ്റുപുറം വെക്കുന്നത്. ഇതിനുശേഷം ഭക്തജനങ്ങൾക്ക് മുളപ്രസാദമായി കൊടുക്കുന്നതാണ്. അപ്പോൾ 1-ാം ദിവസത്തെ ആചാര്യ വരണം കഴിഞ്ഞ് മുളയിടൽ കഴിഞ്ഞാൽ 2-ാം ദിവസം സഹസ്രകലശം 2-ാം ദിവസം 2-ാം ദിവസം രാവിലെ ആ മുളപൂജ മാത്രമേ ഉള്ളൂ. വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം ശുദ്ധി കലശ ചടങ്ങുകളാണ് നടക്കുന്നത്. 2 ഹോമങ്ങളുണ്ട്. ഗണപതി പൂജയുണ്ട്, അസ്ത്രകലശ പൂജയുണ്ട്, വാസ്തുബലിയുണ്ട്, രക്ഷോഗ്ന ഹോമം എന്നീ ഹോമങ്ങളാണ് നടക്കുന്നത്. ഇതെല്ലാം ദീപാരാധനയ്ക്ക് ശേഷമാണ് നടക്കുന്നത്. ആ സമയത്ത് ക്ഷേത്രത്തിനകത്തേക്ക് ഭക്തജനങ്ങൾക്ക് ദർശനം ഉണ്ടായിരിക്കുന്നില്ല. സഹസ്രകലശ ചടങ്ങ് 3-ാം ദിവസം രാവിലെ ഉഷപൂജ കഴിഞ്ഞാൽ ശിവേലി കഴിഞ്ഞാൽ ഈ അഭിഷേകങ്ങൾ നടക്കുന്നു. ചതുശുദ്ധി, ധാര, പഞ്ചഗവ്യം, പഞ്ചകം എന്നീ അഭിഷേകങ്ങൾ നടക്കുന്നു. അതിനുശേഷം സാധാരണമായുള്ള ഉച്ചപൂജകൾ. ഈ കലശക്കാലത്ത് കുറച്ച് ചടങ്ങുകൾക്ക് ഉച്ചപൂജയൊക്കെ കുറച്ച് നേരത്തെ ആവും. പിന്നെ ഭഗവാന്റെ ഉച്ചപൂജയ്ക്കുള്ള വെള്ളി പാത്രങ്ങൾക്ക് പകരം മുഴുവൻ സ്വർണ്ണ പാത്രങ്ങളാണ്. അങ്ങനെയൊക്കെയാണ് ഭഗവാന്റെ ചിട്ടകൾ. വൈകുന്നേരം ഈ പറഞ്ഞ മാതിരി ദീപാരാധനയ്ക്ക് ശേഷം മുളപൂജ ഉണ്ട്. പിറ്റേ ദിവസത്തെ ഹോമത്തിന് വേണ്ട കുണ്ടങ്ങൾ ശുദ്ധീകരിക്കുന്ന ഒരു ചടങ്ങാണ് നടക്കുന്നത്. അപ്പോൾ 3-ാം ദിവസം വൈകുന്നേരം പ്രായശ്ചിത്ത ഹോമങ്ങളുണ്ട്. അതിൻ്റെ 5 ഹോമകുണ്ടങ്ങൾ ഒരുക്കുകയാണ്, കുണ്ടശുദ്ധി വരുത്തുകയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് തന്നെ വാതിലുമഠത്തിൽ മഹാകുംഭത്തിന് അധിവാസ പൂജ, അധിവാസ ഹോമം എന്നിവ നടക്കുന്നു. 4-ാം ദിവസം രാവിലെ പ്രായശ്ചിത്ത ഹോമങ്ങൾ. ഈ 5 ഹോമകുണ്ടങ്ങളിലും ഹോമാഗ്നി ജ്വലിക്കുന്നു. അതിനുശേഷം ആ ഹോമകലശങ്ങൾ അഭിഷേകം ചെയ്യുന്നു. മുളപൂജയുണ്ട്. ഉഷപൂജയ്ക്ക് ശേഷം മുളപൂജ നടക്കുന്നു. മഹാകുംഭത്തിൻ്റെ അധിവാസ ഹോമവും
വിടർത്തി പൂജയുമാണ് പിന്നെ നടക്കുന്നത്. മഹാകുംഭം അഭിഷേകം ചെയ്യുന്നു. 5 ഹോമകലശങ്ങൾ അഭിഷേകം ചെയ്യുന്നു. 4-ാം ദിവസം വൈകുന്നേരം ശാന്തി ഹോമം, അത്ഭുത ശാന്തി ഹോമം, അതിനു വേണ്ട ഹോമകുണ്ടങ്ങൾ ശുദ്ധീകരിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്. 5-ാം ദിവസം രാവിലെ മുളപൂജയുണ്ട്. ശാന്തി, അത്ഭുത ശാന്തി ഹോമങ്ങൾ നടക്കുന്നു. ആ ഹോമങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ ഹോമ കലശാഭിഷേകം ഭഗവാന് നടത്തുന്നു. ഈ ശാന്തി, അത്ഭുത ശാന്തി, ചോരശാന്തി, നായശാന്തി എന്നുള്ള പ്രായശ്ചിത്ത ഹോമങ്ങളെല്ലാം ഏതെങ്കിലും തരത്തിൽ ഭഗവാന് അശുദ്ധി വരികയോ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ മോഷണങ്ങൾ നടക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാരമായിട്ടാണ് ഈ ഹോമങ്ങൾ നടക്കുന്നത്. 6-ാം ദിവസം ചോരശാന്തി, നായശാന്തി ഹോമ കലശാഭിഷേകങ്ങൾ നടക്കുന്നു. കൂത്തമ്പലത്തിലെ ശുദ്ധി കലശം നടക്കുന്നു. അന്ന് തന്നെ അവിടെ പത്മമിട്ട് കുടം കമഴ്ത്തി വെക്കണം. അത് ഏകദേശം ഒരു 11 മണിയോടുകൂടി കഴിയും. വൈകുന്നേരം മുളപൂജയുണ്ട്. ഈ ഹോമകുണ്ട കൂത്തമ്പലത്തിൽ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന കലശക്കുടങ്ങൾ നമുക്ക് ദർശനം നടത്തുവാനുള്ള സൗകര്യമുണ്ട്. 7-ാം ദിവസം രാവിലെ മുളപൂജയാണ്. തത്വഹോമം, അതിൻ്റെ കുണ്ടം ശുദ്ധീകരിക്കണം. അത് നമുക്കിടെ ആ നമസ്കാര മണ്ഡപമുണ്ടല്ലോ, നമ്മൾ തൊഴാൻ വരുമ്പോൾ ഉള്ള നമസ്കാര മണ്ഡപത്തിലാണ്. അത് കഴിഞ്ഞ് അവിടെ തന്നെ തത്വകലശ ഹോമവും തത്വകലശ പൂജയും നടക്കുന്നു. അതിനുശേഷം തത്വകലശ അഭിഷേകം നടക്കുന്നു. ഇതേ സമയം തന്നെ കൂത്തമ്പലത്തിൽ കുംഭകലശ അഭിഷേകം, കുംഭകലശം, കർക്കരി, കുംഭേശൻ എന്നിവർക്ക് പൂജ നടക്കുന്നു. ജലദ്രോണി പൂജയുമുണ്ട്. ബ്രഹ്മകലശം പൂജിക്കുകയും ചെയ്യുന്നു. ഉച്ചയ്ക്ക് പരികലശ പൂജയാണ് നടക്കുന്നത്. ആ 1000 കുടത്തുകളിലും ജലം നിറയ്ക്കുന്നു, പൂജ ചെയ്യുന്നു എന്നിവ. വൈകുന്നേരം അധിവാസ ഹോമവും കലശാധിവാസ പൂജയും നടക്കുന്നു. 8-ാം ദിവസം രാവിലെ സഹസ്ര കലശങ്ങൾ അഭിഷേകം, ബ്രഹ്മകലശം അഭിഷേകം നടക്കുന്നു. ഈ ബ്രഹ്മകലശാഭിഷേകം ഏകദേശം 11 മണിയോട് കൂടിയിട്ടാണ് ഭഗവാൻ നടക്കുന്നത്. 975 വെള്ളിക്കുടങ്ങളും 25+1 സ്വർണ്ണക്കുടങ്ങളുമാണ് ഭഗവാന്റെ സഹസ്രകലശാഭിഷേകത്തിന് എടുക്കുന്നത്. ഈ കുംഭങ്ങളിലെല്ലാം മന്ത്രപൂരിതമാക്കിയ അനവധി ദ്രവ്യങ്ങളാണ് നടക്കുന്നത്. പിന്നെ ഭഗവാന്റെ മണിക്കിണറിലെ ജലവുമാണ് നടക്കുന്നത്. ഈ സമയത്ത് വാദ്യഘോഷാദികളോട് കൂടിയിട്ടാണ് കൂത്തമ്പലത്തിൽ നിന്നും ഈ കലശക്കുടങ്ങൾ എഴുന്നള്ളിക്കുന്നത്. കൂത്തമ്പലത്തിൽ നിന്നും കലശമെടുത്ത് അയ്യപ്പൻ്റെ അമ്പലത്തിൽ അതുവഴി ആ തിരപ്പള്ളിയുടെ ഉള്ളിൽ കൂടി വന്ന് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നു. ഈ അഭിഷേകങ്ങൾ മുഴുവൻ കാണുവാൻ ഭക്തജനങ്ങൾക്ക് പുറത്തു നിന്ന് സൗകര്യമുണ്ട്. ആ കൊടിമരത്തിൻ്റെ അവിടെ നിന്നിട്ട് എല്ലാ ഭക്തന്മാർക്കും ഇതെല്ലാം അഭിഷേകം കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ ഈ ഭഗവാന്റെ സഹസ്രകലശ ചടങ്ങുകൾ 8 ദിവസം കൊണ്ട് ബൃഹത്തായ ചടങ്ങാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടത്തുന്നത്. അതുകൊണ്ട് ഈ കലശത്തിലെല്ലാം പങ്കെടുക്കുവാൻ എല്ലാ ഭക്തന്മാരും ശ്രദ്ധിക്കുക. ഒന്നും പറ്റിയില്ലെങ്കിൽ അവസാനത്തെ ബ്രഹ്മകലശാഭിഷേക ദിവസമെങ്കിലും വരിക, ഭഗവാന്റെ ദർശനം നടത്തുക, ഭഗവാന്റെ അനുഗ്രഹം നേടുക. ഇനി ഇതിന് ശേഷം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉത്സവ ചടങ്ങുകളാണ് നടത്തുന്നത്. ഉത്സവത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉത്സവം 10 ദിവസമാണ്. ആദ്യത്തെ ദിവസം കുംഭമാസത്തിൽ പൂയ നക്ഷത്രം രാത്രി വരുന്ന ദിവസം രാവിലെ ആനയില്ല ശിവേലി നടക്കുന്നു. ആനയില്ല ശിവേലിക്ക് പിന്നിലൊരു കഥ ഉണ്ട്. പണ്ടുകാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനകൾ ഉണ്ടായിരുന്നില്ല. ആനനെ വാടകയ്ക്ക് ഏൽപ്പിക്കുകയാണ് പതിവ്. ഇക്കൊല്ലം ഏൽപ്പിച്ച ആന വരാതിരിക്കുന്നു. ഭക്തന്മാർക്കും ഭരണാധികാരികൾക്കുമെല്ലാം വിഷമമായി. എന്താണ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു. ആ സമയത്താണ് തൃക്കണാമതിലകം അവിടെ ഉത്സവത്തിന് ആനയെ നെറ്റിപ്പട്ടെല്ലാം കെട്ടിച്ച് നിർത്തിയിരുന്നു. ആ ആന ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഓടി വരും. അങ്ങനെ ആന ഓടി വന്ന ആ ഒരു സങ്കല്പത്തിൽ ഉച്ചയ്ക്ക് 3 മണിക്ക് ആനയോട്ടം ചടങ്ങ് നടക്കുന്നു. നാഴികമണി 3 അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനക്കാർക്ക് അതിൻ്റെ അവകാശികൾ ആനയ്ക്ക് കെട്ടുവാനുള്ള മണി കൊടുക്കുന്നു. ആ മണിയും കൊണ്ട് ആനക്കാര് മഞ്ഞളാൽ തറയിൽ നിൽക്കുന്ന ആനയുടെ കഴുത്തിൽ കെട്ടിക്കുന്നു. മാരാരി ശംഖ് വിളിക്കുന്നു. ആന ഓടിത്തുടങ്ങുന്നു.
ആന ആദ്യം ഗോപുര കവാടത്തിൽ എത്തുന്ന ആനയെ വിജയിയായി പ്രഖ്യാപിക്കുന്നു. ആന ക്ഷേത്രത്തിനകത്ത് കിടന്ന് 7 പ്രദക്ഷിണം ഓടി ആ കൊടിമരം തൊടുന്നു. അതിനെ വിജയിയായി പ്രഖ്യാപിക്കും. ഈ വിജയിയായ ആനയ്ക്ക് പ്രത്യേക പരിഗണന ശ്രീ ഗുരുവായൂരപ്പൻ്റെ എഴുന്നള്ളിപ്പിന് സങ്കല്പിച്ചു കൊടുത്തിട്ടുണ്ട്. അന്നത്തെ ദിവസം ഈ 10 ദിവസം ഗുരുവായൂരപ്പൻ്റെ സന്തത സഹചാരിയായി ഭഗവാനെ എഴുന്നള്ളിക്കുവാനുള്ള ഒരു മഹാഭാഗ്യമാണ് ഈ ആനയ്ക്ക് കിട്ടുന്നത്. ഈ ആനയ്ക്ക് ഊണും ഉറക്കവും എല്ലാം ക്ഷേത്രത്തിനകത്ത് തന്നെ. ഈ ആനയ്ക്കുള്ള പട്ട മറ്റുള്ള ആനകൾ കൊണ്ടുവന്ന് കൊടുക്കുന്നു. ആനയെ അവിടെ തേച്ച് കുളിപ്പിക്കുന്നു, അവിടെ തന്നെ കിടന്നുറങ്ങുന്നു. അങ്ങനെയൊക്കെയാണ് ഭഗവാന്റെ ഒപ്പമാണ് ആനയ്ക്ക് ആ 10 ദിവസം ദിനചര്യകളെല്ലാം. ഈ 2-ാം ദിവസം ഉത്സവത്തിന് 1-ാം ദിവസം ഈ പറഞ്ഞ മാതിരി ദീപാരാധന കഴിഞ്ഞാൽ കുടിയേറ്റം ഏകദേശം ഒരു 8:30 മണി 9-9:30 നടക്കുന്നതാണ്. ആ മുഹൂർത്തത്തിനനുസരിച്ച് കുറച്ച് സമയം അങ്ങോട്ടും കൂടെ വ്യത്യാസമുണ്ട്. അതാണ് 8:30 to 9:10 എന്ന് പറഞ്ഞത്. എല്ലാവരും നേരത്തെ കൂട്ടി തന്നെ വരിക, ഇതിൽ പങ്കെടുക്കുക. കൊടിയേറ്റം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ അത്താഴപൂജ ചെയ്യും. ഈ കൊടിയേറ്റ ഉത്സവത്തിനും ഈ പറഞ്ഞ മാതിരി കലശത്തിന് പറഞ്ഞ മാതിരി ഒരു ആചാര്യ വരണുണ്ട്. മല്ലിശ്ശേരി നമ്പൂരിപ്പാട് ക്ഷേത്രം തന്ത്രിക്ക് കുറേ അവസരം കൊടുത്ത് ഉത്സവം ഭംഗിയാക്കി തരണമെന്ന് പറയും. തന്ത്രി നമ്പൂരി ഭഗവാന്റെ അടുത്ത് നിന്ന് പറയുകയും അത് കഴിഞ്ഞ ശേഷം മുളപൂജ നടത്തുകയും ഈ 16 വെള്ളിപ്പാലികയിൽ നവധാന്യങ്ങൾ മുളപ്പിച്ച് അത് മുഴുവൻ വിടർന്ന് ഒരു കാടിൻ്റെ അന്തരീക്ഷം മാറി വരും. ഈ മുളയാണ് പള്ളിവേട്ട ദിവസം ഭഗവാൻ പള്ളി വേട്ട കഴിഞ്ഞു വന്ന് പള്ളിക്കുറുപ്പ് സമയത്ത് വെള്ളിക്കട്ടിലും വെൽവെറ്റും വെട്ടയും എല്ലാം വെച്ചിട്ടുണ്ടാവും. അതിന് ചുറ്റോറും കാടിൻ്റെ പ്രതീതി ഉണ്ടാകാൻ വേണ്ടിയിട്ട് വെക്കുന്നത്.